വിജയകരമായി 15 വർഷങ്ങൾ പിന്നിട്ട മാസ്റ്റർ മൈൻഡ്സ് എഡ്യൂക്കേഷൻ ഇനി ആക്സോണസ് ലേണിംഗ് എന്ന പേരിൽ അറിയപ്പെടും. ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു ആക്സോണസ് ലേണിംഗ് ഓൺലൈൻ ക്ലാസ്സസ്. സോ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മുടെ NIOS +2 ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ആയിരുന്നു നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ 24 ക്വസ്റ്റ്യൻസ്, ആദ്യത്തെ 24 ക്വസ്റ്റ്യൻസ് അതിൻ്റെ ആൻസേഴ്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമുക്ക് 25th ക്വസ്റ്റ്യൻ മുതൽ ആണ് നമുക്ക് ആൻസേഴ്സ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ നമുക്ക് നോക്കാം. സെക്ഷൻ ബി, നോൺ പ്രിസ്ക്രൈബ്ഡ് ടെക്സ്റ്റ്. ഓക്കെ, സെക്ഷൻ ബിയിലുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. 25 മുതൽ 27 വരെ ഉള്ള ഒരു ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഒരു പാസേജിനെ ബേസ് ചെയ്തിട്ടാണ്. സോ നമുക്ക് നോക്കാം. റീഡ് ദ ഗിവൺ പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 25 to 27. അപ്പോൾ പാസേജ് വായിക്കാം. Okay, from the hum of a laptop to the omnipresent glow of smartphone screens, computers and the internet have deeply woven themselves into the very fabric of human existence. Their influence stretches far beyond more devices, fundamentally reshaping how we work, learn, connect, and even perceive the world around us. അപ്പോൾ നമുക്ക് നമ്മളുടെ ഇൻ്റർനെറ്റിനെ കുറിച്ച് ഇപ്പം നിലവിൽ നമ്മൾ മനുഷ്യർ അല്ലേ ഫുൾ സ്മാർട്ട് ഫോൺ സ്ക്രീന്, കമ്പ്യൂട്ടർ, ഇൻ്റർനെറ്റ്, ലാപ്ടോപ്പ് ഒക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം ആ ഒരു ഇന്നത്തെ ആ ഒരു ഇൻ്റർനെറ്റ് ഉപയോഗത്തിനെ കുറിച്ച് ആണ് ഈ ഒരു പാസേജിൽ പറയുന്നത്. ഓക്കെ, സോ in just a few decades, their technology's marvels have transitioned from once described futuristic fantasies to indispensable tools of today, irrevocably altering the landscape of our lives. The computer itself serves as a tireless workhouse, automating tedious tasks and streamlining process across every imaginable field. Gone are the days of manual calculations and paper-laden desk. ഓക്കെ, അപ്പം കഴിഞ്ഞു പോയ ദിവസങ്ങൾ, കഴിഞ്ഞു പോയ വർഷങ്ങൾ എന്നൊക്കെ പറയുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ് അല്ലേ? നമ്മൾ മനുഷ്യരല്ലേ, നമ്മൾ ഹാൻഡിൽ അല്ലെ കൈകൊണ്ടും ഒക്കെ നമ്മൾ എഴുതി കൂട്ടിയിട്ടും അല്ലെ അങ്ങനെയൊക്കെയായിരുന്നു നമ്മൾ കാൽക്കുലേഷൻ ചെയ്തിരുന്നത് അല്ലെ, പേപ്പറിലൊക്കെ കൂട്ടിയിട്ടൊക്കെ. പക്ഷെ ഇന്ന് അതിനൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അല്ലേ. കമ്പ്യൂട്ടറിൽ അല്ലെ ജസ്റ്റ് ഫോണിൽ തന്നെ കാൽക്കുലേറ്റർ കാര്യം ഒക്കെ ഉണ്ടാവും അല്ലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് നമുക്ക് എന്തെങ്കിലും കാൽക്കുലേഷൻസ് ചെയ്യണമെങ്കിൽ അതിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, now the spreadsheets crunch numbers with lightning speed while design software sculpts virtual worlds. Okay, from medical diagnosis to financial analysis, computers have become the silent partners driving efficiency and accuracy in countless professions. This digital revolution has not only transformed how we work but has also broadened the scope of opportunities for those equipped with the high-tech skills. അപ്പം ഈ ഒരു അതായത് ഡിജിറ്റൽ റവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ ജോലി ചെയ്യുന്ന അല്ലെ നമ്മളുടെ ആ ഒരു വർക്കിനെ മാത്രമല്ല മാറ്റിയിട്ടുള്ളത്, ട്രാൻസ്ഫോം ചെയ്തിട്ടുള്ളത്. പക്ഷേ എന്താണ്, അത് എന്ത് വിശാലമാക്കിയിട്ടുണ്ട്? ഇറ്റ് ഹാസ് ബ്രോഡൻഡ്. എന്താണ് വിശാലമാക്കിയിട്ടുള്ളത്? സ്കോപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെ, അവസരങ്ങളുടെ ആ ഒരു സാധ്യത അതിനെ വിശാലമാക്കിയിട്ടുണ്ട്. ഫോർ ദോസ് എക്യുപ്ഡ് വിത്ത് ഹൈടെക് സ്കിൽസ് അല്ലെ, ഹൈടെക് സ്കിൽസ് ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇത്തരം അല്ലെ ഒരുപാട് അവർക്ക് അനന്ത സാധ്യതകളാണ് അവരുടെ മുന്നിൽ ഈ ഒരു ഇന്നത്തെ ഈ ഒരു ടെക്നോളജി, ഡിജിറ്റൽ റവല്യൂഷനൊക്കെ തുറന്നു കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇന്നത്തെ ആ ഒരു ഇൻ്റർനെറ്റ് സാധ്യതകളെ കുറിച്ച് അല്ലെ ഇൻ്റർനെറ്റിനെ കുറിച്ചും അല്ലെ ഇന്നത്തെ ആ ഒരു ഡിജിറ്റൽ ടെക്നോളജിയെ കുറിച്ചൊക്കെയാണ് ഈ ഒരു പാസേജിൽ ഓവറോൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. അപ്പോൾ ഈ ഒരു പാസേജിനെ ബേസ് ചെയ്തിട്ട് ചോദിച്ചിട്ടുള്ള ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 25th ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇൻ വാട്ട് വേസ് മൈറ്റ് ദി കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് ടെക്നോളജി സച്ച് ആസ് സ്മാർട്ട് ഫോൺസ് ആൻഡ് ലാപ്ടോപ്സ് അഫക്ട് ദ വേ വി പെർസീവ് ദ വേൾഡ്? നമ്മൾ ലോകത്തെ നോക്കിക്കാണുന്ന ആ ഒരു രീതിയെ എങ്ങനെയാണ് ഈ സ്മാർട്ട് ഫോൺസ്, ലാപ്ടോപ്പ് പോലുള്ള നിലവിലെ ആ ഒരു ടെക്നോളജി ഏതൊക്കെ രീതിയിലാണ് അതിൻ്റെ ആ ഒരു ഏതൊക്കെ രീതിയിലാണ് അത് എഫക്റ്റ് ചെയ്തിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എങ്ങനെ കൊടുക്കാം? ദ കോൺസ്റ്റന്റ് പ്രസൻസ് ഓഫ് ടെക്നോളജി സച്ച് ആസ് സ്മാർട്ട് ഫോൺസ് ആൻഡ് ലാപ്ടോപ്സ് മൈറ്റ് എഫക്ട് ദ വേ വി പെർസീവ് ദ വേൾഡ് ഇൻ സെവറൽ വേയ്സ്. ഓക്കെ, നമ്മൾ ആ ഒരു സ്മാർട്ട് ഫോൺസ്, ലാപ്ടോപ്സ് പോലെ ഇന്ന് നിലവിൽ നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്ന ടെക്നോളജി ഇന്ന് നമ്മൾ ലോകത്തെ നോക്കിക്കാണുന്ന ആ ഒരു രീതിയെ, നമ്മളുടെ കാഴ്ചപ്പാടിനെ പല രീതിയിൽ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ രീതികളാണ് എന്നുള്ളത് ഇവിടെ പറയുന്നുണ്ട്. ഇറ്റ് ക്യാൻ ചേഞ്ച് ദ വേ വി പ്രോസസ് ഇൻഫർമേഷൻ ആൻഡ് ഫോം ഒപ്പീനിയൻസ്. It can influence our attention span and ability to focus. It can alter our sense of time and space. It can shape our relationships and interactions with others. ഇതൊക്കെ പാസേജിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിൽ നിന്ന് അല്ലേ ഈ ഒരു പാസേജ് വായിക്കാം, അതിൽ തന്നെ നമുക്ക് ആൻസേഴ്സ് അവൈലബിൾ ആണ്. ഓക്കെ, ഈ ഒരു പാരഗ്രാഫ് വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ആൻസർ എഴുതിയിട്ടുള്ളത്. ഓക്കെ, അതൊക്കെ ആ പാസേജിൽ തന്നെ ഉണ്ട് ഇതിൻ്റെ ഉത്തരം. ഓക്കെ,
ഇനി നെക്സ്റ്റ് 26th ക്വസ്റ്റ്യൻ സബ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ 26th ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വൈ ഡസ് ദി ഓതർ റെഫർ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദി ഇന്റർനെറ്റ് ആസ് ഫ്യൂച്ചറിസ്റ്റിക് ഫാന്റസീസ് ഇൻ ദി പാസ്റ്റ്? അല്ല, ആ ഒരു പാസേജിൽ ഫ്യൂച്ചറിസ്റ്റിക് ഫാന്റസീസ് ആയിട്ട് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് എഴുത്തുകാരൻ? കമ്പ്യൂട്ടറുകളെയും അതുപോലെ ഇന്റർനെറ്റിനെയൊക്കെ ഫ്യൂച്ചറിസ്റ്റിക് അല്ലെ, ഭൂതകാലത്തിലെ അല്ലെ പാസ്റ്റിലെ ഫ്യൂച്ചറിസ്റ്റിക് ഫാന്റസീസ് ആയിട്ട് എന്തുകൊണ്ടാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്? അല്ലെങ്കിൽ അല്ലെ, ഒന്നെങ്കിൽ ഇത് 26ാമത്തേൽ ഒന്നെങ്കിൽ ഇതിന് നമുക്ക് ഉത്തരം എഴുതാം, അല്ലെങ്കിൽ ഒരു ഓർ ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് രണ്ടാമത്തെ നോക്കാം. ഹൗ ഡസ് ദ പാസേജ് സജസ്റ്റ് ദാറ്റ് ടെക്നോളജി ഹാസ് ബിക്കം ഇൻഡിസ്പെൻസിബിൾ ഇൻ മോഡേൺ ലൈഫ്? ഇപ്പം ആധുനിക ജീവിതത്തിൽ ടെക്നോളജി ഒഴിച്ചുകൂടാനാവാത്ത ഒന്നായിട്ട് മാറി എന്നുള്ളത് എങ്ങനെയാണ് ആ ഒരു പാസേജിൽ പറയുന്നത് അല്ലേ? അപ്പോൾ 26ാമത്തേൽ ഒന്നെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ 26ൽ ഈ സബ് ക്വസ്റ്റ്യൻസിൽ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ഈ ഒരു ചോദ്യമാണ് അറ്റൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. എന്താണ് ക്വസ്റ്റ്യൻ? വൈ ഡസ് ദ ഓതർ റിഫർ ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ദ ഇന്റർനെറ്റ് ആസ് ഫ്യൂച്ചറിസ്റ്റിക് ഫാന്റസീസ് ഇൻ ദി പാസ്റ്റ്? അതിൻ്റെ ആൻസർ ഇങ്ങനെയാണ്. ദ ഓതർ റിഫേഴ്സ് ടു കമ്പ്യൂട്ടേഴ്സ് ആൻഡ് ഇന്റർനെറ്റ് ആസ് ഫ്യൂച്ചറിസ്റ്റിക് ഫാന്റസീസ് ഇൻ ദി പാസ്റ്റ് ബിക്കോസ് they were once considered imaginary or unrealistic concept but are now a reality. അപ്പോൾ ഒരിക്കലും ഇവയെല്ലാം എന്താണ് ഒരു ഇമാജിനറി ആയിട്ടുള്ള അല്ലെങ്കിൽ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളായിട്ടായിരുന്നു കണക്കാക്കപ്പെട്ടിരുന്നത്, പക്ഷെ ഇന്നത് റിയാലിറ്റിയാണ്. ദെൻ രണ്ടാമത്തെ ചോദ്യമാണ്, ഇതാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ആൻസർ എങ്ങനെ കൊടുക്കാം? എന്തുകൊണ്ടാണ് ഇന്നത്തെ ആ ഒരു അല്ലെ മോഡേൺ ലൈഫിൽ ഇൻഡിസ്പെൻസിബിൾ ആയിട്ടുണ്ട് ഇന്നത്തെ ഒരു ടെക്നോളജി എന്ന് പറയുന്നത്? എങ്ങനെ പാസേജിൽ പറയുന്നത്? ദ പാസേജ് സജസ്റ്റ് ദാറ്റ് ടെക്നോളജി ഹാസ് ബിക്കം ഇൻഡിസ്പെൻസിബിൾ ഇൻ മോഡേൺ ലൈഫ് ബൈ ഹൈലൈറ്റിംഗ് ഇറ്റ്സ് എ പെർവേസീവ് ഇൻഫ്ലുവൻസ് ഓൺ വേരിയസ് ആസ്പെക്ട്സ് ഓഫ് അവർ ലൈഫ്സ്. അല്ലെ, നമ്മളുടെ ജീവിതത്തിൽ ഏതൊക്കെ രീതിയിലാണത് സ്വാധീനം ചെലുത്തിയിട്ടുള്ളത് എന്നുള്ള ആ ഒരു പാസേജ് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഇപ്പോൾ നമ്മളുടെ പഠനത്തിലായിക്കോട്ടെ, നമ്മളുടെ ജോലിയിലായിക്കോട്ടെ അല്ലെ, വർക്ക്, ലേണിംഗ്, അതുപോലെ തന്നെ നമ്മളുടെ കമ്മ്യൂണിക്കേഷൻ, നമ്മൾ സംസാരിക്കുന്ന രീതിയിലായിക്കോട്ടെ, ഇതിലൊക്കെ ആ ഒരു ടെക്നോളജിയിലെ കടന്നുകയറ്റമുണ്ട്. ഓക്കെ, ദെൻ 27th ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ഡസ് ദ പാസേജ് സജസ്റ്റ് അബൌട്ട് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഹൈടെക് സ്കിൽസ് ഇൻ ദ മോഡേൺ വർക്ക് ഫോഴ്സ്? ഓക്കെ, ഹൈടെക് സ്കിൽസിൻ്റെ ആ ഒരു പ്രാധാന്യം എന്താണ്? എന്താണ്, എങ്ങനെയാണ് അത് എന്താണ്, വാട്ട് ഇസ് ദ എന്താണ് ആ ഒരു ഹൈടെക് സ്കിൽസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് എന്താണ് പാസേജിൽ പറയുന്നത്? ദ പാസേജ് സജസ്റ്റ് ദാറ്റ് high-tech skills are crucial in the modern workforce because they have broadened the scope of opportunities for those who possess them. This implies that having these skills can provide a competitive edge and open up new career possibilities. ഓക്കെ, അപ്പം എന്താണ് മോഡേൺ വേൾഡിൽ, ആധുനിക ലോകത്ത് ഹൈടെക് സ്കിൽസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് പാസേജ് സജസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പാസേജിൽ പറയുന്നുണ്ട്. കാരണം എന്താണ്? ബിക്കോസ് ദേ ഹാവ് ബ്രോഡൻഡ് ദ സ്കോപ്പ് ഓഫ് ഓപ്പർച്യൂണിറ്റീസ്. കാരണം അവസരങ്ങളുടെ സാധ്യത എന്താണ് ഒരു വിപുലീകരിച്ചിട്ടുണ്ട് അല്ലേ ആ ഒരു ഹൈടെക് സ്കിൽസൊക്കെ. സോ അതുകൊണ്ട് തന്നെ അത് മോഡേൺ വർക്ക് ഫോഴ്സിൽ അല്ലെ മോഡേൺ ലൈഫിൽ ക്രൂഷ്യലാണ്, ഇമ്പോർട്ടൻ്റ് ആണ് ഫോർ ദോസ് ഹു പൊസസ് ദം. ദിസ് ഇംപ്ലൈസ് ദാറ്റ് ഹാവിംഗ് ദീസ് സ്കിൽസ് ക്യാൻ പ്രൊവൈഡ് എ കോമ്പറ്റീറ്റീവ് എഡ്ജ് ആൻഡ് ഓപ്പൺ അപ്പ് ന്യൂ കരിയർ പോസിബിലിറ്റീസ്. അപ്പോൾ ഇത് കാണിക്കുന്നത്, ഇതെന്താണ് സൂചിപ്പിക്കുന്നത്? അതായത് പുതിയ തൊഴിലവസരങ്ങൾ, തൊഴിൽ സാധ്യതകൾ, കരിയർ ഓപ്പർച്യൂണിറ്റീസ് തുറന്നു കൊടുത്തിട്ടുണ്ട് അല്ലേ? ഒരുപാട് പുതിയ അവസരങ്ങൾക്ക് അല്ലേ, പുതിയ ജോലി സാധ്യതകൾക്ക്, കരിയർ ഓപ്പർച്യൂണിറ്റീസിന്, കരിയർ പോസിബിലിറ്റീസിനൊക്കെ ഇത് സാധ്യതകൾ തുറന്നു കൊടുക്കുന്നുണ്ട്. ഒരുപാട് സാധ്യതകൾ നമുക്ക് മുന്നിൽ തുറന്നു വെക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദെൻ 28 മുതൽ 30 വരെയുള്ള ക്വസ്റ്റ്യൻസും പാസേജിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് നോക്കാം. റീഡ് ദ ഗിവൺ പാസേജ് കെയർഫുള്ളി ആൻഡ് ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ 28 to 30. ഓക്കെ, അപ്പോൾ 28, 29, 30 ആ 3 ചോദ്യങ്ങളും ഇനി അടുത്ത ഒരു പാസേജിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ നമുക്ക് ആ പാസേജ് ഒന്ന് വായിച്ചു നോക്കാം. ഫിസിക്കൽ വെൽബീയിങ് എനേബിൾസ് us to engage in various activities, pursue our passions and live our lives to the fullest. A healthy body provides the energy and a vitality needed to tackle everyday tasks with ease and efficiency. Moreover, good physical health is closely associated with preventing diseases and ailments. A healthy lifestyle incorporating regular exercise, a balanced diet and adequate rest helps us avoid many diseases, leading to a long life. Beyond physical health, mental well-being is also crucial. Good health is a combination of both physical and mental fitness. Mental health includes emotional, psychological and social well-being. Mental health is our mind's ability to think, feel, respond and behave.
Good mental health fosters positive emotions and a sense of purpose, enabling us to navigate through life's challenges and walk through difficult paths with grace and determination. It is necessary for us to prioritize mental health as it nurtures self-care practices and provides support wherever needed. അപ്പോൾ എന്താണ് ഈ ഒരു പാസേജ് നമ്മളിപ്പോൾ വായിച്ചു കഴിഞ്ഞാൽ എന്തിനെക്കുറിച്ചാണ് ഈ ഒരു പാസേജിൻ്റെ ഒരു ആശയം എന്താണ്, എന്തിനെക്കുറിച്ചാണ് ഈ ഒരു പാസേജിൽ പറഞ്ഞിട്ടുള്ളത്? നമ്മളെ ഹെൽത്തിനെ കുറിച്ചാണ് അല്ലേ, ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ചും മെൻ്റൽ ഹെൽത്തിനെ കുറിച്ചും അല്ലേ, ഓവറോൾ നമ്മളുടെ ഒരു ആരോഗ്യത്തിനെ കുറിച്ച് ഉള്ളൊരു പാസേജാണിത്. ഓക്കെ, അതായത് ആ ഒരു ഫിസിക്കലി ഫിറ്റ് ആയിരിക്കുക, നമ്മളുടെ ബോഡി അല്ലേ, ആ ഒരു ആരോഗ്യമുള്ള ശരീരം എന്ന് പറയുന്നത് എന്താണ്? പ്രൊവൈഡ്സ് എനർജി ആൻഡ് വൈറ്റാലിറ്റി നീഡഡ് ടു ടാക്കിൾ എവറിഡേ ടാസ്ക് അല്ലേ. നമ്മൾക്ക് നിത്യജീവിതത്തിൽ അല്ലേ എന്നും ചെയ്യേണ്ട കാര്യങ്ങളുണ്ട് അല്ലേ, നമ്മളുടെ ദൈനംദിന പ്രവർത്തികൾ, നമ്മൾക്ക് ദൈനംദിന അല്ലേ, നമ്മൾക്ക് ഓരോ ദിവസവും നമുക്ക് ചെയ്യേണ്ട ഒരുപാട് ജോലികൾ ഉണ്ടാവും. അപ്പോൾ അത് ചെയ്യാനുള്ള ഊർജം നമുക്ക് ആരാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? അല്ലേ, നമ്മുടെ ശരീരമാണ്. അപ്പോൾ അതിന് നമ്മുടെ ശരീരത്തിന് എന്ത് വേണം? ആരോഗ്യം വേണം അല്ലേ. ഒരു ഹെൽത്തി ബോഡിക്ക് മാത്രമേ, ആരോഗ്യമുള്ള ശരീരത്തിന് മാത്രമേ ആ ഒരു എനർജി പ്രൊവൈഡ് ചെയ്യാൻ കഴിയൂ. അങ്ങനെ എനർജി കിട്ടിയാലേ നമുക്ക് ദിവസേന നമുക്ക് ഓരോ കാര്യങ്ങളല്ലേ, നമ്മൾക്ക് ടാസ്കുകൾ ചെയ്യാൻ പറ്റും, നമുക്ക് പണിയെടുക്കാൻ പറ്റും അല്ലേ. നമുക്ക് അതായത് വളരെ ഈസി ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് അല്ലേ, ഈസി ആൻഡ് എഫിഷ്യൻ്റ്ലി നമുക്ക് ടാസ്കുകൾ അല്ലേ, എവറിഡേ ടാസ്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി നമുക്ക് ലഭിക്കണം. അപ്പോൾ ഒരു ഹെൽത്തി ബോഡി അത്യാവശ്യമാണ്. അപ്പോൾ ഗുഡ് ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് പ്രിവെൻറ്റിങ് ഡിസീസസ് ആൻഡ് എയിൽമെൻറ്റ്സ് അല്ലേ. മീൻസ് അസുഖങ്ങളൊന്നും ഇല്ലാതെ പൂർണ്ണമായിട്ടും അല്ലേ, ഒരു രീതിയിലുള്ള അസുഖങ്ങളൊന്നും ഇല്ലാതെ, അസുഖങ്ങളോ അസ്വസ്ഥതകളൊന്നും ഇല്ലാതെ പൂർണ്ണമായിട്ടും ആരോഗ്യമായിട്ട് ഇരിക്കുക എന്നുള്ളതാണ് ആ ഒരു ഫിസിക്കൽ ഹെൽത്ത് എന്ന്, ഒരു ഗുഡ് ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് എന്താണ്? റെഗുലർ എക്സസൈസ് വേണം, നമ്മൾ നിത്യം എക്സസൈസ് ചെയ്യണം. പിന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ്, വലിച്ചു വാരി തിന്നാതെ നമുക്ക് അല്ലെ ആഹാരം കഴിക്കുന്നതിനൊരു ചിട്ടയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുക. പിന്നെ ആവശ്യമുള്ള സമയങ്ങളിൽ റെസ്റ്റ് എടുക്കുക അല്ലെ, അഡിക്വേറ്റ് റെസ്റ്റ് അല്ലെ, നല്ല ഉറക്കം, ഇതൊക്കെ നമ്മളുടെ ഫിസിക്കൽ ഹെൽത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പല രോഗങ്ങളും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. ലീഡിങ് ടു എ ലോങ് ലൈഫ്. അപ്പോൾ അങ്ങനെ നമുക്ക് ഒരുപാട് കാലം ജീവിക്കാൻ പറ്റും. ഓക്കെ, അതായത് അല്ലെ നമ്മളുടെ ആയുസ് അല്ലെ അത് കൂട്ടണോ കുറയ്ക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് ഒരു പരിധി വരെ നമ്മൾ തന്നെയാണ്. കാരണം നമ്മളിങ്ങനെ അല്ലെ നമ്മളുടെ ആ ഒരു ലൈഫ് സ്റ്റൈൽ, ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ, അതായത് പ്രോപ്പർ റെഗുലർ എക്സസൈസ്, എന്നും എക്സസൈസ് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക അല്ലെ, അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആരോഗ്യമായിട്ട് ഇരിക്കാൻ അല്ലേ, കുറച്ചും കൂടി കാലം ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ടൊക്കെയാണ്. അപ്പോൾ ബിയോണ്ട് ഫിസിക്കൽ ഹെൽത്ത്, അപ്പോൾ ഈ ഫിസിക്കൽ ഹെൽത്ത് മാത്രം മതിയോ? അല്ല, മെൻ്റൽ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതും എന്താണ്? ഇറ്റ്സ് ഓൾസോ വെരി ക്രൂഷ്യൽ അല്ലേ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാനസികാരോഗ്യം അല്ലേ, ശരീരത്തിൻ്റെ ആരോഗ്യം എത്രമാത്രം പ്രാധാന്യമുള്ളതാണോ അത്രയും അല്ലെങ്കിൽ അതിലധികം തന്നെ പ്രാധാന്യമുള്ളതാണ് എന്ത്? മെൻ്റൽ ഹെൽത്ത്, മെൻ്റൽ ഫിറ്റ്നസ് അല്ലേ, മാനസികാരോഗ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗുഡ് ഹെൽത്ത്, അപ്പോൾ ഒരു മനുഷ്യൻ ആരോഗ്യമുള്ളവനാവുക അല്ലെങ്കിൽ ആരോഗ്യമുള്ളവളാവുക അല്ലെ, ഒരു ഗുഡ് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് അല്ലെ, പൂർണ്ണ ആരോഗ്യവതിയാണ് അല്ലെങ്കിൽ ആരോഗ്യവാനാണ് എന്ന് പറയണമെങ്കിൽ എന്താണ്? ഫിസിക്കൽ ഹെൽത്ത് മാത്രം മതിയോ? അല്ല, മെൻ്റൽ ഹെൽത്തും ഓക്കെ ആവണം. ഓക്കെ, അപ്പോൾ ഗുഡ് ഹെൽത്ത് എന്ന് പറയുന്നത്, നല്ല ആരോഗ്യം എന്ന് പറയുന്നതുകൊണ്ട് എന്താണ്? അത് എന്തിൻ്റെ കോമ്പിനേഷനാണ്? ബോത്ത് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഫിറ്റ്നസ്. ഫിസിക്കൽ ഫിറ്റ്നസ് പ്ലസ് മെൻ്റൽ ഫിറ്റ്നസ്, ഇത് രണ്ടും കൂടി പ്രോപ്പർ ആവുമ്പോൾ മാത്രമേ ഒരു ഗുഡ് ഹെൽത്ത് ഉണ്ടാവുള്ളൂ. ഓക്കെ, അപ്പോൾ മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് അല്ലേ? ഇമോഷണൽ ആയിട്ടുള്ള, സൈക്കോളജിക്കൽ ആയിട്ടുള്ള ആ ഒരു ഹെൽത്ത്, അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുന്നത്? ഇമോഷണൽ, സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്. മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് എന്താണ്? നമ്മളുടെ മനസ്സിൻ്റെ കഴിവാണ്. അതായത് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പിന്നെ മറ്റുള്ളവരോട് പെരുമാറാനും അതുപോലെ റെസ്പോണ്ട് ചെയ്യാൻ, പ്രതികരിക്കാനും അല്ലേ ഒക്കെയുള്ള മനസ്സിൻ്റെ ആ ഒരു കഴിവ്. ഓക്കെ, അതാണ് മെൻ്റൽ ഹെൽത്ത് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗുഡ് മെൻ്റൽ ഹെൽത്ത് ഫോസ്റ്റേഴ്സ് പോസിറ്റീവ് ഇമോഷൻസ് ആൻഡ് എ സെൻസ് ഓഫ് പർപ്പസ്, എനേബിളിംഗ് അസ് ടു നാവിഗേറ്റ് ത്രൂ ലൈഫ് ചാലഞ്ചസ് ആൻഡ് വാക്ക് ത്രൂ ഡിഫിക്കൽട്ട് പാത്സ് വിത്ത് ഗ്രേസ് ആൻഡ് ഡിറ്റർമിനേഷൻ. അതായത് നല്ലൊരു മാനസികാരോഗ്യമുള്ളൊരു വ്യക്തിക്ക് എന്താണ്? നല്ലൊരു അല്ലേ, നമ്മൾക്ക് നല്ല മെൻ്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ അതെന്ത് പോസിറ്റീവായിട്ടുള്ള ഇമോഷൻസ് വളർത്തിയെടുക്കും. മാത്രമല്ല
ഒരു സെൻസ് ഓഫ് പേർപ്പസ് അല്ലെ, ഒരു ഉദ്ദേശശുദ്ധി ഉണ്ടാവും. എനേബിളിംഗ് അസ് ടു നാവിഗേറ്റ് ത്രൂ ലൈഫ് ചാലഞ്ചസ് അല്ലെ, ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിടാനും അല്ലെ അതിലൂടെ കടന്നു പോകാനും അല്ലെ ഓരോ ഡിഫിക്കൽട്ടായിട്ടുള്ള വഴികളിലൂടെ അല്ലെ ബുദ്ധിമുട്ടേറിയ പാതയിലൂടെ സഞ്ചരിക്കാനും അല്ലെ നമുക്ക് ആ ഒരു കറേജ്, ഒരു ധൈര്യം, ഒരു ഡിറ്റർമിനേഷൻ, ഒരു കരുത്തൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നല്ല മാനസികാരോഗ്യം വേണം. ഒരു ഗുഡ് മെന്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ ഇതൊക്കെ സാധ്യമാകും. ഇറ്റ് ഈസ് നെസസറി ഫോർ us to prioritize mental health as it nurtures self-care practices and provide support wherever needed. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണ്, മെന്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, നമ്മളതിന് പ്രയോറിറ്റി കൊടുക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ഈ ഒരു പാസേജിന്റെ ആശയം. നമുക്ക് ഇതിന്റെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 28ാമത്തേൽ അല്ല, അതിൽ 28ാമത്തെ ക്വസ്റ്റ്യൻ അതും ഓർ ക്വസ്റ്റ്യൻ ആണ്. സബ് ക്വസ്റ്റ്യൻസ് 28ാമത്തേൽ 2 ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, വാട്ട് ആർ സം ബെനിഫിറ്റ്സ് ഓഫ് ഫിസിക്കൽ വെൽബീയിങ് മെൻഷൻഡ് ഇൻ ദി പാസേജ്? ഓർ according to the passage what lifestyles practices contribute to good physical health? അപ്പോൾ ഇതിൽ ആദ്യത്തെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ നമുക്ക് ഉത്തരം എഴുതാം? The benefits of physical well-being mentioned in the passage are അല്ലെ, ഫിസിക്കൽ വെൽബീയിങ് ആ ഒരു പാസേജിൽ കൊടുത്തിട്ടുള്ള ഫിസിക്കൽ വെൽബീയിങ്ങിന്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് ഉത്തരം എന്താണ്? പാസേജിൽ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു ഫിസിക്കൽ വെൽബീയിങ്ങിന്റെ, ഫിസിക്കൽ ഫിറ്റ്നസിന്റെ ബെനിഫിറ്റുകൾ അല്ലെ, ബെനിഫിറ്റ്സ് അല്ല ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. എനേബിളിംഗ് അസ് ടു എൻഗേജ് ഇൻ വേരിയസ് ആക്ടിവിറ്റീസ് അല്ലെ, നമ്മൾ വിവിധ തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ നമ്മളെ അല്ലെ അതിൽ എൻഗേജ്ഡ് ആവാൻ നമ്മളെ സഹായിക്കുന്നു. അതുപോലെ പെർസ്യൂയിങ് അവർ പാഷൻസ്, ദെൻ ലിവിങ് അവർ ലൈഫ് ടു ദ ഫുള്ളസ്റ്റ്, ദെൻ പ്രൊവൈഡിങ് എനർജി ആൻഡ് വൈറ്റാലിറ്റി, ടാക്ലിംഗ് എവരിഡേ ടാസ്ക് വിത്ത് ഈസ് ആൻഡ് എഫിഷ്യൻസി, അതുപോലെ പ്രിവെന്റിങ് ഡിസീസസ് ആൻഡ് എയിൽമെന്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഫിസിക്കൽ വെൽബീയിങ് അതിൻ്റെ ബെനിഫിറ്റ്സ് ആയിട്ട് പാസേജിൽ പറയുന്നത്. ഇനി രണ്ടാമത്തെയാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ, അതായത് ആ ഒരു പാസേജിൽ പറഞ്ഞ പ്രകാരം എന്തൊക്കെയാണ് വാട്ട് ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസ് കോൺട്രിബ്യൂട്ട് ടു ഗുഡ് ഫിസിക്കൽ ഹെൽത്ത്, നല്ല ഫിസിക്കൽ ഫിറ്റ്നസ് കാരണമാവുന്ന ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അക്കോർഡിംഗ് ടു ദി പാസേജ് ദി ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ഗുഡ് ഫിസിക്കൽ ഹെൽത്ത് ആർ റെഗുലർ എക്സസൈസ്, ബാലൻസ്ഡ് ഡയറ്റ് ആൻഡ് അഡിക്വേറ്റ് റെസ്റ്റ്. ഓക്കെ, നിത്യവും നമ്മൾ എക്സസൈസ് ചെയ്യണം, പിന്നെയോ ബാലൻസ്ഡ് ഡയറ്റ് കീപ്പ് ചെയ്യുക, പിന്നെ അല്ലേ ആവശ്യമുള്ള സമയങ്ങളിൽ അല്ലെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, റെസ്റ്റ് എടുക്കുക അല്ലേ. ഈ കാര്യങ്ങളൊക്കെയാണ് ഒരു ഗുഡ് ഫിസിക്കൽ ഹെൽത്തിന്, ഒരു ഗുഡ് ഫിസിക്കൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ലൈഫ് സ്റ്റൈൽ പ്രാക്ടീസസ് ആയിട്ട് പാസേജിൽ പറയുന്നത്. ഓക്കെ, ദെൻ 29th ക്വസ്റ്റ്യൻ നോക്കാം. ഹൗ ഡസ് ഗുഡ് മെന്റൽ ഹെൽത്ത് കോൺട്രിബ്യൂട്ട് ടു ഹാൻഡ്ലിംഗ് ലൈഫ് ചാലഞ്ചസ്? ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ അല്ലെ, ജീവിതത്തിലെ ഓരോ ചാലഞ്ചസ് നേരിടാൻ, ഹാൻഡിൽ ചെയ്യാൻ എങ്ങനെയാണ് ആ ഒരു നല്ല മെന്റൽ ഹെൽത്ത് എന്തൊക്കെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണത് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ആൻസർ നോക്കാം. ഗുഡ് മെന്റൽ ഹെൽത്ത് കോൺട്രിബ്യൂട്ട്സ് ടു ഹാൻഡ്ലിംഗ് ലൈഫ് ചാലഞ്ചസ് ബൈ എങ്ങനെയൊക്കെയാണ്? ഫോസ്റ്ററിങ് പോസിറ്റീവ് ഇമോഷൻസ് അല്ലെ, ഒരു നല്ല മെന്റൽ ഹെൽത്ത് അല്ലെ, നമ്മളെ ജീവിതത്തിന്റെ വെല്ലുവിളികളെ നേരിടാൻ ഒരു അല്ലെ ആ ഒരു മെന്റൽ ഹെൽത്ത് എന്തൊക്കെ കാര്യങ്ങൾ അല്ലെ, ഒരു നല്ല മെന്റൽ ഹെൽത്ത് ഉണ്ടെങ്കിൽ ജീവിതത്തിന്റെ വെല്ലുവിളികളെ നമുക്ക് എങ്ങനെ നേരിടാം അല്ലെ. ആ ഒരു നല്ല മാനസികാരോഗ്യം ഉണ്ടെങ്കിൽ നമ്മളിൽ പോസിറ്റീവ് ഇമോഷൻസ് വളർത്തിയെടുക്കും അല്ലേ. ഫോസ്റ്ററിങ് പോസിറ്റീവ് ഇമോഷൻസ്, ദെൻ പ്രൊവൈഡിങ് എ സെൻസ് ഓഫ് പർപ്പസ്, എനേബിളിംഗ് അസ് ടു നാവിഗേറ്റ് ത്രൂ ലൈഫ് ചാലഞ്ചസ് വിത്ത് ഗ്രേസ് ആൻഡ് ഡിറ്റർമിനേഷൻ. അല്ലെ, കരുത്തോടുകൂടി ധൈര്യത്തോടുകൂടി ജീവിതത്തിലെ വെല്ലുവിളികളെ അതിലൂടെ കടന്നു പോകാൻ അല്ലെങ്കിൽ അതിനെ നേരിടാൻ നമ്മളെ പ്രാപ്തരാക്കുന്നു അല്ലെ. ഇതൊക്കെയാണ്. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഈ 3 കാര്യങ്ങളാണ് പ്രധാനമായിട്ടും നല്ല മെന്റൽ ഹെൽത്ത് നമ്മൾക്ക് തരുന്നത്. ദെൻ 30ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് എ വേർഡ് സിമിലർ ഇൻ മീനിങ് ഫ്രം ദി പാസേജ്. ഇവിടെ 3 വേർഡ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 വേർഡ്സിനും അല്ലെ ഈ 3 വാക്കുകളുടെയും എന്താണ് അതിൻ്റെ മീനിങ്ങിനോട് സാദൃശ്യം വരുന്ന വാക്കുകൾ പാസേജിലുണ്ട്, അത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത്തെ ഫോർബിഡിങ്. ഇപ്പോൾ ഫോർബിഡിങ് എന്നുള്ളതിന് ഡിഫിക്കൾട്ട് എന്നുള്ള ഒരു വാക്കാണ് പാസേജിൽ ഏകദേശം സെയിം മീനിങ് വരിക, ഫോർബിഡിങ്, ഡിഫിക്കൾട്ട്. ദെൻ നേർച്ചേഴ്സ് എന്നുള്ളതിന് പാസേജിൽ ഫോസ്റ്റേഴ്സ് എന്നുള്ള ഒരു വാക്കാണ് പാസേജിൽ സ്യൂട്ടായിട്ട് വരുന്നത്. പിന്നെ വിൽ പവർ എന്നുള്ളതിന് പാസേജിൽ ഡിറ്റർമിനേഷൻ എന്നുള്ളൊരു വേർഡ് മാച്ചാണ്. ഓക്കെ, ഇനി നമുക്ക് 31st ക്വസ്റ്റ്യൻ അല്ലേ, 31ാമത്തെ ക്വസ്റ്റ്യൻ സെക്ഷൻ സി ഗ്രാമറിലേക്ക് കടക്കുകയാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് യൂസിങ് ദ പാസീവ് ഫോം ഓഫ് ദ വേർബ്സ് ഗിവൺ ഇൻ ബ്രാക്കറ്റ്സ്. നോക്കാം. ഹി ഡാഷ് ലുക്ക്, ബ്രാക്കറ്റിൽ ലുക്ക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഹി ഡാഷ് ആഫ്റ്റർ ബൈ ഹിസ് ഗ്രാൻഡ് മദർ വെൻ ഹി ഡാഷ് ബ്രാക്കറ്റിൽ യൂസ് to live in the village with her, or അല്ലെ ഇത് സബ് ക്വസ്റ്റ്യൻ ആണ്. അപ്പം 31-ൽ ഒന്നെങ്കിൽ ഇത് അല്ലെങ്കിൽ അല്ലെ ഒന്നെങ്കിൽ ഫസ്റ്റ് വൺ അല്ലെങ്കിൽ സെക്കൻഡ് വൺ ഏതെങ്കിലും ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ,
അടുത്ത ഏതാണ്? അടുത്ത fill in the blanks എന്താണ്? The stories dash ബ്രാക്കറ്റിൽ റൈറ്റ് when he dash ബ്രാക്കറ്റിൽ use to visit the hill station. അപ്പോൾ ഇതിനെ എങ്ങനെ നമുക്ക് അതിൻ്റെ ആ ഒരു പാസീവ് ഫോം ഓഫ് ദി വേർബ് എങ്ങനെയാണ് ഈ ഒരു നമുക്കത് ചെയ്യാൻ നോക്കാം. ഈ fill in the blanks എങ്ങനെയാണ് വന്നിട്ടുള്ളത് നോക്കാം, ആൻസേഴ്സ് നോക്കാം. He was looked after അല്ലെ, ലുക്ക് എന്നുള്ളത് അവിടെ നമ്മൾ ED ചേർക്കണം അല്ലെ. looked after by his grandmother when he used to live in the village with her. അങ്ങനെയാണ് വരിക. ഓക്കെ, he was അല്ലെ, he was looked എന്ന് വരും അല്ലെ. ലുക്ക് എന്നുള്ളത് എന്താവും ഇവിടെ? was looked, പാസീവ് ഫോം ആണ്, പാസ്റ്റ് ആണ്. ഓക്കെ, അപ്പോൾ പാസീവ് ഫോം ഓഫ് ദി വേർബ് ആണ് നമ്മൾ ചേർക്കേണ്ടത് പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഹി വാസ് ലുക്ക്ഡ് ആഫ്റ്റർ. ലുക്ക് എന്നുള്ളത് എന്തായി? വാസ് ലുക്ക്ഡ് എന്നായി. ഓക്കെ, വാസ് ലുക്ക്ഡ് എന്നാണ് ഇവിടെ നമ്മൾ കറക്റ്റ് ചേർക്കേണ്ടത്. ഓക്കെ, ഹി വാസ് ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ഹിസ് ഗ്രാൻഡ് മദർ വെൻ ഹി യൂസ്ഡ് ടു ലീവ് ഇൻ ദ വില്ലേജ് വിത്ത് ഹെർ. അല്ലെങ്കിൽ ഇതാണ് നമ്മൾ അറ്റൻഡ് ചെയ്യുന്നെങ്കിൽ ഇതെങ്ങനെയാ വരിക? ദ സ്റ്റോറീസ് വേർ റിട്ടൺ. റൈറ്റ് എന്നുള്ളത് എന്തായി? വേർ റിട്ടൺ, WERE, വേർ റിട്ടൺ അല്ലെ, എഴുതപ്പെട്ടു എന്നുള്ളൊരു മീനിങ് ആണ്. ദ സ്റ്റോറീസ് വേർ റിട്ടൺ വെൻ ഹി യൂസ്ഡ് ടു വിസിറ്റ് ദ ഹിൽ സ്റ്റേഷൻ. ഓക്കെ, ഇവിടെ ഹി വാസ് ലുക്ക്ഡ് ആഫ്റ്റർ ബൈ ഹിസ് ഗ്രാൻഡ് മദർ വെൻ ഹി യൂസ്ഡ് ടു ലിവ് ഇൻ ദ വില്ലേജ് വിത്ത് ഹെർ. ഇവിടെ ദ സ്റ്റോറീസ് വേർ റിട്ടൺ വെൻ ഹി യൂസ്ഡ് ടു വിസിറ്റ് ദ ഹിൽ സ്റ്റേഷൻ. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി 32nd ക്വസ്റ്റ്യൻ നോക്കാം. 32ാമത്തെ ചോദ്യം എന്താണ്? ചേഞ്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. നമുക്ക് ഡയറക്റ്റ് സ്പീച്ച് തന്നിട്ടുണ്ട്, അതിനെ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് ചോദ്യം. ഓക്കെ, ഫസ്റ്റ് വൺ, രവി സെറ്റ് ഐ ഹാവ് എ മെസ്സേജ് ഫോർ യുവർ ബ്രദർ. രവി പറഞ്ഞു, നിന്റെ ബ്രദറിന് അല്ലെ, നിന്റെ സഹോദരന് എനിക്കൊരു മെസ്സേജ് കൊടുക്കാനുണ്ട് അല്ലെ. ഐ ഹാവ് എ മെസ്സേജ് ഫോർ യുവർ ബ്രദർ. രണ്ടാമത്തത്, ഹൂ ഹാസ് ബീൻ യൂസിങ് മൈ കമ്പ്യൂട്ടർ സെറ്റ് മൈ മദർ. എന്താണ്? ആരാണ് എൻ്റെ കമ്പ്യൂട്ടർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്? അമ്മ പറഞ്ഞു, അല്ലെങ്കിൽ അമ്മ ചോദിച്ചു അല്ലേ. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള രണ്ട് ഡയറക്റ്റ് സ്പീച്ച്. ഓക്കെ, ഇത് നമ്മൾ ഇൻഡയറക്റ്റ് സ്പീച്ചായിട്ട് മൂന്നാമതൊരാളോട് പറയുമ്പോൾ എങ്ങനെ നമുക്കത് ഈ കോൺവെർസേഷനെ മാറ്റാം? രവി സെഡ് ദാറ്റ് ഹി ഹാഡ് എ മെസ്സേജ് ഫോർ മൈ ബ്രദർ. രവി പറഞ്ഞു എന്താണ്? എൻ്റെ ബ്രദറിന് അല്ലെ, എൻ്റെ ബ്രദറിനോട് അവനെന്തോ അല്ലെ, അവനൊരു മെസ്സേജ് പറയാനുണ്ട് അല്ലെ. രവി സെഡ് ദാറ്റ് ഹി ഹാഡ് എ മെസ്സേജ് ഫോർ മൈ ബ്രദർ അല്ലെ. ഇവിടെ എന്തായിരുന്നു? രവി സെഡ് ഐ ഹാവ് എ മെസ്സേജ് ഫോർ യുവർ ബ്രദർ. അതിനെ ഇൻഡയറക്റ്റ് ആക്കിയപ്പോൾ രവി സെഡ് ദാറ്റ് ഹി ഹാഡ് എ മെസ്സേജ് ഫോർ മൈ ബ്രദർ. ഇനി അടുത്തത് എന്താണ്? ഹൂ ഹാസ് ബീൻ യൂസിങ് മൈ കമ്പ്യൂട്ടർ സെറ്റ് മൈ മദർ. അപ്പോൾ എന്താണ്? അതിനെ ഇൻഡയറക്റ്റ് ആക്കുമ്പോൾ മൈ മദർ ആസ്ക്ഡ് who had been using her computer. എൻ്റെ അമ്മ ചോദിച്ചു ആരാണ് അവളുടെ കമ്പ്യൂട്ടർ യൂസ് ചെയ്തത് എന്ന്, യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. who had been using അല്ലേ. my mother asked who had been using her computer. അപ്പം ഇങ്ങനെയാണ് ഇത് ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുക. നെക്സ്റ്റ് 33ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. join the following sentences using the connectors given against each pair. അപ്പം നമുക്കിവിടെ ഓരോ പെയർ സെൻറ്റൻസുകൾ തന്നിട്ടുണ്ട്, അത് കണക്ട് ചെയ്യാൻ, ആ രണ്ട് സെൻറ്റൻസുകളും കണക്ട് ചെയ്യാൻ കണക്ടേഴ്സും തന്നിട്ടുണ്ട് ബ്രാക്കറ്റിൽ. അപ്പോൾ ആ കണക്റ്റിംഗ് വേർഡ്സ് യൂസ് ചെയ്ത് ആ ഒരു സെൻറ്റൻസിനെ ജോയിൻ ചെയ്യാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ, ദ ടീം കുഡിൻറ്റ് ഫിനിഷ് ദ പ്രൊജക്ട്. അതാണ് ഒരു സെൻറ്റൻസ്. അടുത്തത്, ദ ടീം വർക്ക്ഡ് ഹാർഡ്. ബ്രാക്കറ്റിൽ കണക്ട്, ഈ രണ്ട് സെൻറ്റൻസിനെയും കണക്ട് ചെയ്ത് ഒരൊറ്റ സെൻറ്റൻസ് ആക്കാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള കണക്റ്റിംഗ് വേർഡാണ് ബ്രാക്കറ്റിൽ ആൾദോ എന്നുള്ളത്. അപ്പോൾ ഈ ആൾദോ എന്നുള്ള കണക്റ്റിംഗ് വേർഡ് ഉപയോഗിച്ച് ഇതിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ആൾദോ ദ ടീം വർക്ക്ഡ് ഹാർഡ് ദേ കുഡിൻറ്റ് ഫിനിഷ് ദ പ്രൊജക്റ്റ് അല്ലെ. ആ ടീം നന്നായി വളരെ കഷ്ടപ്പെട്ടെങ്കിലും അല്ലെ, അവരൊരുപാട് കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തു എങ്കിലും എന്താ അവർക്ക് ആ പ്രൊജക്റ്റ്, എങ്കിൽ കൂടി അവർക്ക് എന്താണ് ആ പ്രൊജക്റ്റ് ഫിനിഷ് ചെയ്യാൻ സാധിച്ചില്ല. അതാണ് ആൾദോ ദ ടീം വർക്ക്ഡ് ഹാർഡ് they couldn't finish the project. ഓക്കെ, അപ്പോൾ ഈ രണ്ട് സെൻറ്റൻസസ് ഇവിടെ ജോയിൻ ആയില്ലേ? ഓക്കെ, ഒറ്റ സെൻറ്റൻസ് ആയി മാറി അല്ലേ. although the team worked hard they couldn't finish the project. ഇനി അടുത്തത്, she succeeded in the exams. അതാണ് ഒരു സെൻറ്റൻസ്. അടുത്ത സെൻറ്റൻസ്, she studied diligently every day. ഈ രണ്ട് സെൻറ്റൻസും ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുള്ള കണക്റ്റിംഗ് വേർഡ് ഏതാണ്? ബിക്കോസ്. അപ്പോൾ ബിക്കോസ് യൂസ് ചെയ്തിട്ട് ഈ രണ്ട് സെൻറ്റൻസിന് നമുക്ക് എങ്ങനെ ഒറ്റ സെൻറ്റൻസ് ആക്കി മാറ്റാം, എങ്ങനെ കണക്ട് ചെയ്യാം നമുക്ക് നോക്കാം. ഷീ സക്സീഡഡ് ഇൻ ദി എക്സാംസ് ബിക്കോസ് ഷീ സ്റ്റഡീഡ് ഡിലിജൻ്റ്ലി എവറി ഡേ. ഓക്കെ, അവൾ എക്സാമിന് വിജയിച്ചു കാരണം അവൾ എല്ലാ ദിവസവും കൃത്യമായിട്ട്
പഠിച്ചു അല്ലേ? ഷീ സക്സീഡ് ഇൻ ദി എക്സാംസ് ബിക്കോസ് ഷീ സ്റ്റഡീഡ് ഡിലിജൻ്റ്ലി എവറി ഡേ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് സെക്ഷൻ ഡി ഫങ്ഷണൽ റൈറ്റിംഗ് സ്കിൽസ് ആണ് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ 33ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് 34th ക്വസ്റ്റ്യൻ മുതൽ നമുക്ക് നെക്സ്റ്റ് വീഡിയോ ക്ലാസ്സിലായിട്ട് നോക്കാം. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേയ്സ് ക്ലാസ്. താങ്ക് യു എവരിവൺ.